ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കൊപ്പം ടൗണിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. ഇനി കൊപ്പത്തെ ഗതാഗതം നിയന്ത്രിക്കുക പ്രധാനമായും സിഗ്നൽ ലൈറ്റുകളായിരിക്കും. വലിയ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് സിഗ്നൽ ലൈറ്റ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ടൗണിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനമായത്. ടൗണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സിഗ്നൽ ലൈറ്റിന്റെ ആവശ്യകത വീണ്ടും ഉയർന്നു വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിൽ സിഗ്നൽ ലൈറ്റ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും പല സാങ്കേതിക പ്രശ്നങ്ങളാലും സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിശ്ചലമാവുകയായിരുന്നു. തുടർന്ന് ടൗൺ നവീകരണം പൂർത്തിയായപ്പോഴാണ് വീണ്ടും ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും സിഗ്നൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നത്. ഏപ്രിൽ ചേർന്ന റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ തീരുമാനമായി. തുടർന്ന് ഇതിന്റെ നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിനിടെ മറ്റു അനുമതികൾക്കായുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു. ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാണ് സിഗ്നൽ ലൈറ്റ് സംവിധാനം കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ ആഴ്ച സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ടൗണിലെ വൈദ്യുതി പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നായിരുന്നു വ്യാപാരികളുടെ ആവശ്യം. തുടർന്ന് ഇന്ന് രാവിലെ വ്യാപാരികളുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തി. വലിയ കോലാഹലങ്ങൾക്ക് ഒടുവിലാണ് വ്യാപാരികൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധത്തിൽ നിന്നും പിന്മാറി പഞ്ചായത്ത് അധികൃതരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. തുടർന്നായിരുന്നു സിഗ്നൽ ലൈറ്റിന്റെ ഉദ്ഘാടനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സര സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. പക്ഷെ അവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കും. പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിലും പടിപടിയായി അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും അനുകൂലമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. AE വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്ത് നമ്മൾ അതിനും ഒരു പരിഹാരം കാണും. വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ M രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പ്രസിഡന്റുമായ T ഉണ്ണികൃഷ്ണൻ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ട്രാഫിക് പ്രശ്നം കുറെ കാലങ്ങളായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു കീറാമുട്ടിയായിരുന്നു. അത് മാറ്റുക എന്നുള്ളൊരു പ്രഖ്യാപിത നയവുമായിട്ട് കൊപ്പം പഞ്ചായത്തിന്റെ ഭരണസമിതി വന്നതോട് കൂടിയിട്ട് അത് ഇന്നിവിടെ ആ സിഗ്നല് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം ഇതിൽ പാകതകളുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിലുണ്ടായിരിക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട, അതായത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ ട്രാഫിക്കിലെ മറ്റൊരു പ്രശ്നങ്ങൾ, വഴിയോര കച്ചവടങ്ങൾ, അതൊക്കെ എല്ലാം മാറ്റി അതിന് വേണ്ട തരത്തിലുള്ള കാതലായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായതിനു ശേഷം അതൊരു റെഗുലറായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം എന്ന് മാത്രം പറയുന്നില്ല. കാരണം ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊപ്പത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ട്രാഫിക് ഒരു പ്രധാന കേന്ദ്രമായി മാറട്ടെ എന്ന് മാത്രം ആവശ്യം. പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും സിഗ്നൽ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. വൈദ്യുതി പോസ്റ്റ് മാറ്റുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉടൻ തന്നെ നടപ്പാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഇന്ന് ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളടക്കം ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം ഉള്ളവർക്ക് ആശങ്കകളുണ്ട്. ആ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായി അടുത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് ഈ അനധികൃത പാർക്കിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡുകള്, ഇതെല്ലാം വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനുണ്ട്. പിന്നെ ഈ ഫ്രീ ലെഫ്റ്റ് സൗകര്യത്തിന് ആവശ്യമായി ചില ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുണ്ട്. അപ്പൊ നിലവിലെ ഒരു വിപുലമായ സംവിധാനത്തോടു കൂടി വലിയൊരു പദ്ധതിയാണ് KSEB എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അടിയന്തരമായി പഞ്ചായത്ത് ഈ ഫ്രീ ലെഫ്റ്റിനെ ബാധിക്കുന്ന പോസ്റ്റുകൾ മാറ്റാൻ ആവശ്യമായ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരും. അത് അടുത്ത് തന്നെ പഞ്ചായത്ത് അതിന്റെ ഫണ്ട് വെച്ച് എത്രയും പെട്ടെന്ന് തീർക്കുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഒരുപാട് നാളത്തെ ആവശ്യമാണ്. നമ്മൾ നിരന്തരമായി ഈ കൊപ്പങ്ങാടിയിൽ ഈ ട്രാഫിക്കുമായി ബുദ്ധിമുട്ടാണ്. ചെറിയ ഒരു തടസ്സം വന്നാൽ തന്നെ വലിയ ബ്ലോക്ക് ആണ് കൊപ്പത്തുണ്ടാവുന്നത്. അപ്പൊ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം ഇല്ലാത്തതും നമ്മുടെ ഈ ബ്ലോക്കിന് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാഫിക് സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് അച്ചടക്കം വരികയും നമ്മുടെ ഈ ട്രാഫിക് ബ്ലോക്ക് പരമാവധി കുറയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കരുതുന്നത്.